ഹലോ. അപ്പം എങ്ങനെയാണ് സിമ്പിളായിട്ട് ചില്ലി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്ത കാശ്മീരി മുളക് കേട്ടോ. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയില്ലേ അത് ചതച്ചത് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം ചിക്കന് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട വഴനെ നമ്മൾ ഇളക്കണ്ടേ, കാരണം ഈ കോൺഫ്ലവറിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇങ്ങനെ വേറിട്ട് പോകുന്നു പോകും. അപ്പോൾ നന്നായി കുക്ക് ചെയ്തതിന് ശേഷം മറിച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ എല്ലാ ചിക്കനും വറുത്ത് കോരിയെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളിനി ചില്ലി ചിക്കനിലെ ഗ്രേവി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഓൾറെഡി നമ്മൾ വറുത്ത ചിക്കൻ്റെ ഓയിൽ ഉണ്ടല്ലോ അത് അതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സവാള നന്നായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം സവാളയും കുറച്ച് വലിയ പീസസ് ആയിട്ട് അരിഞ്ഞത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. നന്നായി വാടും ബ്രൗൺ ആവുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു റോ ഇത് മാറിയാൽ മതി. എന്നിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവോളയിൽ ഒരു 1 സവോള ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് സവാള ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബ്രൗൺ കളറൊന്നും ആവേണ്ട കേട്ടോ. എന്നിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള സോസുകളൊക്കെ ആഡ് ചെയ്യുക. ആദ്യം ഡാർക്ക് സോയാ സോസ് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസ്, പിന്നെ റെഡ് ചില്ലി സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ സോസ് ഒഴിച്ചതിന് ശേഷം ചെയ്യേണ്ടത്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ സോസൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് ഇങ്ങനെ ജസ്റ്റ് മിക്സ് ആവട്ടെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് സ്ക്വയർ പീസസിൽ വലിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ച ക്യാപ്സിക്കും സവോളയും അതിലേക്ക് ഇട്ട് എന്നിട്ട് രണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം.
എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു എന്താ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ല, അത് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ, ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചാൽ മതി, ഗ്രേവി തോനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. മിക്സ് ചെയ്യാൻ, എന്നിട്ട് കുറച്ചുകൂടി അതിൽ വെള്ളം ഒഴിക്കുക, ഗ്രേവി പോരാ അപ്പോൾ കുറച്ചുകൂടി ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് കുക്കാവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൽ പെപ്പർ പൗഡറൊക്കെ നമ്മൾ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഫ്ലേവറിനനുസരിച്ച് കറക്റ്റ് ഇത്ര എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതേപോലെ ചെയ്യാം. ഗ്രേവി പോരാഞ്ഞിട്ട് കേട്ടോ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തേ. നമ്മൾ അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.